അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങി, ഒരു i20 വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അത് ഒരു ദിവസം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്ത്, നിങ്ങൾക്ക് അറിയാലോ ഓൾ ദീസ് തിങ്സ്, ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റ് അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റേതാണ്, അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല. എൻ്റെ പേര് സൈന സിജോ. ഓക്കെ, ഈ ക്യാരക്ടറിനോടും സ്ക്രിപ്റ്റിനോടും അട്രാക്ഷൻ തോന്നാനുള്ള കാരണം ക്യാരക്ടർ ഏകദേശം എൻ്റെ പോലത്തെ ഒരു വട്ടമുള്ള ക്യാരക്ടറാണ്. പിന്നെ എന്നെക്കാളും വട്ടമുള്ളവരാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. എനിക്ക് സ്ക്രിപ്റ്റ് കേട്ടപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വെറൈറ്റി സ്റ്റോറിയൊക്കെ ആഗ്രഹിച്ച് ഇരുന്നപ്പോൾ വന്ന ഒരു കഥയാണിത്. പിന്നെ ട്യൂണീഷ്യയിലുള്ള ഷൂട്ടിങ്, ഇതിൻ്റെ മേക്കിംഗ്, യുനോ ഇതിൽ ലൈവ് സൗണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഓവറോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി കഥ കേട്ടപ്പോൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഇതിൽ ആസിഫിൻ്റെ ലുക്ക് കണ്ടില്ലേ? സോ ഈ ക്യാരക്ടറിന് വേണ്ടി മെത്തഡ് ആക്ടിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആസിഫ് ഒരു 6 മാസം പല്ല് തേച്ചില്ല. അങ്ങനെയാണ് ഈ പല്ല് ഇങ്ങനെ ആയത്. സോ യു ക്യാൻ ആസ്ക് അബൌട്ട് ദാറ്റ് ടു ആസിഫ്. സത്യം പറയാൻ ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബട്ട് ഇപ്പൊ തന്നെ ഇലായി ഒരു 1 month old ബേബിയാണ്. ബട്ട് ഇലാനെ ഇട്ടിട്ട് എനിക്ക് വരാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വിഷമമായിരുന്നു. പക്ഷേ ദിസ് ഈസ് വാട്ട് ഐ ലവ് ടു ഡു, ദിസ് ഈസ് മൈ ഡ്രീം. ഞാൻ കുഞ്ഞു പ്രായം തൊട്ട് എനിക്ക് ആക്ടർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആക്ടർ ആവണമെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്. ബിക്കോസ് ദാറ്റ് വാസ് എ ടു ബിഗ് ഡ്രീം അല്ലേ? ഒരു നോർമൽ പെൺകുട്ടിക്ക് അന്നത്തെ കാലത്ത് അത് വലിയൊരു ഡ്രീമായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഡ്രീം ഗോൾ എല്ലാം ഇതാണ്. ഐ ലവ് വാട്ട് ഐ ഡു, സോ ഐ കീപ് പുഷിംഗ് മൈ സെൽഫ് ആൻഡ് ഐ ട്രൈ ടു ബാലൻസ് മൈ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. താങ്ക് യു. അപ്പം മാമിൻ്റെ കോളേജ് ലൈഫിലെ മെമ്മറീസോ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യും. ഷുവർ. ഞാൻ ആക്ച്വലി തെരേസ്യനാണ്. I studied in St. Teresa's. Teresians? Okay. So, എൻ്റെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, ഞാൻ തെരേസാസിൽ പഠിക്കുമ്പോൾ 2nd ഇയറിൽ ഞാൻ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോഡലിങ്ങും ഷോസും പിന്നെ എൻ്റെ ഫിലിം കരിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കാർ വാങ്ങി, ഒരു i20 വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. അത് ഒരു ദിവസം നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ ബങ്ക് ചെയ്ത്, നിങ്ങൾക്ക് അറിയാലോ ഓൾ ദീസ് തിങ്സ്, ബങ്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ കാർ ഇട്ട സ്ഥലത്തല്ല കാർ കിടക്കുന്നത്. കാർ അവിടെ കാണുന്നില്ല. പിന്നെ കുറേ തപ്പി നടന്നപ്പോഴാണ് കാർ എവിടെയോ വേറെ എവിടെയോ കൊണ്ടിട്ടിരിക്കുന്നത്. അത് ടോ ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയെന്ന് മനസ്സിലായി. എന്നിട്ട് കാറിൻ്റെ ലോക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത്, സ്കൂൾ ബസ്സിൻ്റെ പുറകിലായിരുന്നു ഞാൻ കാർ പാർക്ക് ചെയ്തിരുന്നത്. 3 മണിക്ക് സ്കൂൾ ബസ്സിൽ പിള്ളേർക്ക് വീട്ടിൽ പോകണമല്ലോ. വീട്ടിൽ നിന്ന് ഫുൾ കോൾ വരാൻ തുടങ്ങി. ലാസ്റ്റ് പോലീസ് വന്നു, വണ്ടി മാറ്റിയിട്ടു. അതോടെ എന്നെ കുറച്ച് നാളത്തേക്ക് മോളിന് കുറച്ച് നാൾ വീട്ടിൽ നിന്നിട്ട് വന്നായെന്ന് പറഞ്ഞ് ടാറ്റവേ പറഞ്ഞു വിട്ടു. സോ മെമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം തെരേസാസിൽ ഒരു വേറെ പാർക്കിംഗ് തന്നെ അവരുണ്ടാക്കി. ഇനി വേറെ സ്റ്റുഡൻസ് കോളേജിൽ അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരരുതെന്ന്. അപ്പം അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തു. To be honest, Asif, actually ഞാനും ആസിഫും ഒരു 10 years മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞങ്ങൾ ഒരു ഡെക്കേഡിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുന്നത്. Asif is definitely one of my favorite co-star and he's a dear friend also because he's somebody I can relate to. ഒരു സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിട്ടോ
മ്യൂസിക് ബാൻഡിനും ഡാൻസ് ടീമിനും ഒരു വലിയ കയ്യടി നൽകുന്നു. താങ്ക് യു. എന്താണ് ചെയ്യേണ്ടത്? അർഫാസിന്റെ ആദ്യത്തെ സംവിധാനമാണ് ലെവൽ ക്രോസ്. അർഫാസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൂമൻ എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിത്തു സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെയാണ് അർഫാസ് എൻ്റെ അടുത്ത് പറയുന്നത് ഈ സിനിമയെ പറ്റി. സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. പിന്നെ വെരി ബ്യൂട്ടിഫുൾ അമല പോൾ. താങ്ക് യു സോ മച്ച് അമല. ഞാൻ അമലെ ഒരുപാട് ഞങ്ങൾ സിനിമ എന്ന് പറഞ്ഞ ആഗ്രഹവുമായി എല്ലാം പല പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് കണ്ടുമുട്ടിയ ആളുകളാണ്. ഇപ്പോഴും നല്ലൊരു റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സിനിമകളൊന്നും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിലും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിന് ചോദിക്കാറുണ്ട്. പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ സ്റ്റുഡൻസും വന്ന് സ്റ്റേജിൽ ആസിഫിയോട് ചോദിക്കണം, ആസിഫിയോട് ചോദിക്കണം. സോ ആ ക്വസ്റ്റ്യൻസിൽ ആരൊക്കെ ആസിഫിയോട് ചോദിക്കാറുണ്ട്? എന്റെ പേര് ഷാലു. ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അപ്പാർട്ട് ഫ്രം ഓൾ ദ മൂവീസ് യു ഹാഡ് ഡൺ ബിഫോർ, ഈ റോളിന് എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ മറ്റുള്ള മൂവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്താണ് ഈ ഒരു റോൾ? ഇതിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ തന്നെയാണ്. അതിനേക്കാൾ ഉപരി അർഫാസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് ഈ സിനിമയുടെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഒരുപാട് പറഞ്ഞ ചിലപ്പോൾ തിയേറ്ററിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെടും. എന്തായാലും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരിക്കും. താങ്ക് യു. എല്ലാവർക്കും ഓരോ പ്രശ്നം വരും. നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആവും, ചൂടാവും. പക്ഷെ ആസിഫ് അങ്ങനെയല്ല. എല്ലാ പ്രശ്നത്തിലും ഒരു ചെറിയൊരു ചിരി അടുത്ത കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. എല്ലാ പ്രശ്നവും അത് ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ഞാനും ദേഷ്യപ്പെടുന്ന സങ്കടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാകാറുണ്ട്. അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അങ്ങനെ പബ്ലിക് ആക്കാറില്ല. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റേതാണ്. അത് ഞാൻ പുറത്ത് കാണിക്കാറില്ല. കുറിച്ചാണ് അതിന്റെ ഒരു സിനിമയുടെ ജോണം എന്താണ്, അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ടിക്കിറ്റൊക്കെ സിനിമ ഷൂട്ടിങ്ങിനിടയിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എൻ്റെ ലെഫ്റ്റ് നീ ലിഗമെന്റ്സ് എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ഓൾമോസ്റ്റ് 3 months ഞാൻ ബെഡ് റിഡൻ ആയിരുന്നു. ഇപ്പോൾ ഫിസിയോതെറാപ്പി എല്ലാം നടക്കുന്നു. അതിനൊരു കംപ്ലീറ്റ് റിക്കവറി പറയുന്ന ഒരു 8 months to 1 year ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യും. ഞാനും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ്. താങ്ക് യു. ഓക്കെ. ഈ സിനിമ ഷൂട്ട് ചെയ്യുക തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് ട്യുണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ് ഇന്ത്യന ജോൺസ്, സ്റ്റാർ വാർസ്, അങ്ങനെയുള്ള ഒരുപാട് ഹോളിവുഡ് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പം നമുക്കൊട്ടും പരിചിതമായ ഒരു വെതർ അല്ലായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ. അപ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു. പല സമയത്തും സാൻഡ് സ്റ്റോംസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലൊക്കേഷൻ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു റിസൾട്ട് ഈ സിനിമ റിലീസാകുമ്പോൾ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇത്രയും സിനിമകൾ അഭിനയിച്ച് ഇത്രയും റോൾസ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ യങ്സ്റ്റേഴ്സിനടക്കം ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ഒരു സിനിമ എന്നല്ലേ ലോകം സ്വപ്നം കാണുന്നത്. അവരോട് ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു നല്ല ചോദ്യമാണ്. ഞാൻ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യമാണ്. സാധാരണ എൻ്റെ കോളേജിൽ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഏറ്റവും പുറകില് ഇതിന്റെ മുകളിലൊക്കെയാണ്. അവിടെയാണ് നിന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് എനിക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്വപ്നം മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ എന്തൊക്കെയായിട്ടുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാൻ പറ്റും. And I'm wishing you guys all the very best. Oh.
കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഫിലിമിൽ ആസ്വദിക്കാൻ പറ്റിയ മൊമെന്റ്സ് ഏതൊക്കെയാണ്? ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഒന്ന്, ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ് ട്യൂണീഷ്യ. പിന്നെ എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഈ സിനിമയിലാണ്. പ്രൊഫസർ അമല, അർഫാസ്, ഇതിൻ്റെ DOP, ഇതിൻ്റെ ടെക്നിക്കൽ ടീം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളല്ല, പക്ഷെ അവിടെ ചെന്നപ്പോൾ സുഹൃത്തുക്കളായി മാറി. ഒരു നല്ല സൗഹൃദം എനിക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ മൊത്തം ആസ്വദിക്കാൻ പറ്റി. പിന്നെ ഓരോ സിനിമയും നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റും. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമെന്ന് ആദ്യം ചിന്തിക്കും. അങ്ങനെ കാണും എന്ന് തോന്നുന്ന സിനിമയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. ഈ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന മോഷൻ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ, അതിൽ സാധാരണ ഒരു സിനിമയുടെ മോഷൻ പോസ്റ്റർ ലോഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഹീറോയിൻ, ക്രൂ, സെലിബ്രിറ്റീസ് അവരൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ചരിത്രത്തിൽ ആദ്യമായി ആ മോഷൻ പോസ്റ്റർ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് സെന്റ് ആൽബർട്സിലെ 4000 പിള്ളേരായിരിക്കും. അപ്പോൾ ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. നമ്മുടെ ഈ മൂവി ഷൂട്ട് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബിഹൈൻഡ് ദ സീൻ പോലും നടത്താറുണ്ട്. ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയണം എന്നുള്ളൊരു രീതി. ഈ സിനിമയുടെ ഏറ്റവും ഈസി ആയിട്ടുണ്ടായിരുന്ന എൻ്റെ ജോബ് എന്ന് പറയുന്നത് എൻ്റെ ആർട്ടിസ്റ്റിനോട് സീൻ പറഞ്ഞു കൊടുക്കുക എന്നതായിരുന്നു. ആസ് എ ഡയറക്ടർ ഉണ്ടായിരുന്ന ജോബ് ലിമിറ്റഡ് ആയിരുന്നു, അത് ഈസി ആയിരുന്നു. ദി അതർ തിങ്സ് ദാറ്റ് വർ നോട്ട് ഇൻ കൺട്രോൾ വാസ് എ പ്രോബ്ലം. ഫോർ ഇൻസ്റ്റൻസ് വി വർ ഷൂട്ടിംഗ് ഇൻ നോർത്ത് ആഫ്രിക്ക. ടുണീഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം സഹാറ ഡെസേർട്ടിലെ ഹൈവേന്ന് ഒരു 1 hour ഡ്രൈവ് ചെയ്ത് പോകണം. ആ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊരു റോഡാണ്. കാരണം സഹാറ ഡെസേർട്ടിൻ്റെ ഉള്ളിലോട്ട് റോഡ് ഉണ്ടാവില്ലല്ലോ. സോ വി ഹാഡ് സാൻഡ് സ്റ്റോം, വി ഹാഡ് റെയിൻ. ആഫ്റ്റർ മെനി ഇയേഴ്സ് നമ്മൾ മലയാളികൾ പോയിട്ട് സഹാറ ഡെസേർട്ടിൽ മഴ പെയ്ച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലോട്ട് ഓഫ് ഫൺ മേക്കിംഗ് ദിസ് ഫിലിം. സിനിമയിലെ എല്ലാ സീൻസും ഫേവറേറ്റ്സ് ആണ്, ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ്. അങ്ങനെ ഒരു ഫേവറേറ്റ് സീനായിട്ട് പിക്ക് ചെയ്യാനില്ല. ആ ഫേവറേറ്റ് സീൻസ് ഏതാണെന്ന് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീൻസ് ഏതാണ്, എന്തുകൊണ്ടാണെന്നും. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ ഇനി നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ വേണം ഈ സിനിമ പ്രൊമോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ സിനിമയുടെ എല്ലാ പ്രൊമോഷൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ്. രാജസ്ഥാനിലായിരുന്നു ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ആസിഫിനോട് കഥ പറയുമ്പോൾ രാജസ്ഥാനായിരുന്നു ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ആ പീരീഡിൽ രാജസ്ഥാനിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഞാൻ ജീത്തു ജോസഫ് സാറിൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാം എന്ന് പറഞ്ഞ മോഹൻലാൽ സാറിൻ്റെ സിനിമയുടെ റേക്കി ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മോക്കോയിൽ പോകുമ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെടുകയും എന്നാൽ അവിടെ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഒരു പ്രോസസ്സ് നടന്നു. പക്ഷെ അവിടുത്തെ ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനെ ടുണീഷ്യയിൽ വന്ന് നമ്മൾ ലൊക്കേഷനിലേക്ക് നടത്തുമ്പോൾ അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് ലൊക്കേഷൻ കിട്ടുന്നത്. പക്ഷേ ദ സ്ട്രഗിൾ, ബിക്കോസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ വാസ് ടു കൺവിൻസ് മൈ പ്രൊഡ്യൂസർ ടു സ്പെൻഡ് സോ മച്ച് മണി എക്സ്ട്രാ ടു ഷൂട്ട് അബ്രോഡ്. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ചാലഞ്ചസ്. ബട്ട് ആഫ്റ്റർ ഓൾ ദി ചാലഞ്ചസ് വെൻ ഐ ലുക്ക് ബാക്ക് നൗ ഐ എം വെരി ഹാപ്പി ആൻഡ് വെരി കണ്ടന്റ് and I'm very satisfied the way the film has come out, and we all are very proud of the film that we've made, and we really look forward to hear from you how you felt the film has been made. The background ഒന്നുമല്ല സിനിമയിൽ. അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഡോണ്ട് വാണ്ട് ലൊക്കേഷൻ ടു ബി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ട് തോന്നരുത്. ഒരു ഇമാജിനറി ലൊക്കേഷനായിട്ട് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. താങ്ക് യു.